പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ദിവസങ്ങളിലെ വചനഭാഗങ്ങളൊക്കെ ഒന്നിനോടൊന്ന് കോംപ്ലിമെൻ്റ് ചെയ്യുന്നതാണ്. തലേ ദിവസത്തേത് ഇന്നത്തെ ദിവസം തുടർച്ചയായിട്ട് വായിച്ചു പോകാൻ പറ്റുന്നതാണ്. ഇന്നലെ നമ്മൾ കണ്ടതാണ് കൂടെയുള്ളവരിലേക്ക് സ്വർഗത്തിൻ്റെ പ്രത്യാശയുടെ വെളിച്ചം കൊടുക്കണമെന്ന്. ഇന്നത്തെ സുവിശേഷത്തിൽ കർത്താവ് പറയും, ജനത്തെ നയിക്കാനായി നിയോഗിക്കപ്പെട്ട നിങ്ങൾ അവരുടെ മുൻപിൽ എൻ്റെ വിശുദ്ധി പ്രകടിപ്പിക്കുന്ന വിധത്തിൽ, വിളിച്ചു പറയുന്ന വിധത്തിൽ എന്നിൽ വിശ്വസിക്കാത്തത് കൊണ്ട് അവരെ വാഗ്ദാന ദേശത്തേക്ക് നയിക്കുന്നത് നിങ്ങളായിരിക്കില്ല. മോശയോട് അഹറോനോടും പറയേണ്ടതാണ്. ഇത്രയും നാൾ കർത്താവ് പറഞ്ഞത് ഒരക്ഷരം മാറാതെ അനുസരിച്ച് ജനത്തെ മുന്നോട്ട് നയിച്ച മോശയും അഹറോനും ഒക്കെ ഒരു നിമിഷം സംശയിക്കുന്ന കാഴ്ചയാണ് ഒന്നാമത്തെ വായനയിൽ. ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല, ഞങ്ങളിവിടെ ദാഹിച്ച് മരിച്ചു പോകുമെന്ന് പറയുന്ന ഇസ്രായേൽ ജനത്തിന് വേണ്ടി ദൈവം നൽകുമെന്ന് പറഞ്ഞു കൊടുക്കാതെ ദൈവത്തിൻ്റെ മുൻപിൽ പരാതി പറയാൻ വരുന്ന മോശയെയും അഹറോനെയും കാണും. അവിടെ വെച്ചാണ് കർത്താവ് പറയണേ, നിങ്ങൾ പാറയിലടിച്ച് നിങ്ങൾക്ക് വെള്ളം കിട്ടും. പക്ഷേ പ്രശ്നം ഇതാണ്, അത് നിങ്ങൾ വിശ്വസിക്കാതിരുന്നത് കൊണ്ട്, അത് ആ ഉറപ്പ് ജനത്തിന് കൊടുക്കാതിരുന്നത് കൊണ്ട്, നിങ്ങളുടെ ഉള്ളിൽ എന്നെക്കുറിച്ച് ആ തെളിച്ചമുള്ള വിശ്വാസമില്ലാതിരുന്നത് കൊണ്ട് നിങ്ങളായിരിക്കില്ല അവരെ വാഗ്ദാന ദേശത്തേക്ക് നയിക്കുക. എന്തൊരു അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കിയേ. കർത്താവിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കർത്താവിൻ്റെ ഏൽപ്പിച്ച നിയോഗങ്ങൾ ഇങ്ങനെ അക്ഷരം പ്രതി അനുസരിച്ചിട്ട് അവസാനം അവർക്ക് കിട്ടുന്നൊരു വലിയൊരു പ്രയാസവും ഭാരവും. അത് സുവിശേഷത്തിൽ സമാനമായിട്ടുള്ളൊരു കാര്യം നമ്മൾ കാണും. പത്രോസ്ലീഹ പറയും, നീ സജീവ ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ് ഒക്കെ പറഞ്ഞു നിൽക്കുന്ന ഒരാൾ തൊട്ടടുത്ത പാരഗ്രാഫിൽ അതേ ക്രിസ്തുവിനെ തള്ളിപ്പറയുന്നൊരു കാഴ്ചയുണ്ട്. നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ, ഞാൻ ആരാണെന്ന് ശരിക്കും നീ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഈശോ നമ്മളോടൊന്ന് ചോദിക്കുന്ന ചോദ്യം. നിങ്ങൾ എന്നെ അന്വേഷിച്ചു വരുന്നത് അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, അപ്പം ഭക്ഷിച്ച് തൃപ്തരായത് കൊണ്ടാണെന്ന് കർത്താവ് അന്ന് തന്നെ തേടി വന്ന ജനങ്ങളോട് പറയുമ്പോൾ, എന്നെ നിങ്ങൾ അത്ഭുത പ്രവർത്തകനായിട്ട് മാത്രമാണ് കണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലുണ്ട്, ഒരു വലിയ സങ്കടം പറച്ചിലുണ്ട്. പള്ളിയിൽ പോയി നോക്ക്, നമ്മൾ ആ കുരിശിൽ കിടക്കുന്ന കർത്താവിനെ കണ്ടിട്ടൊന്നും അല്ലല്ലോ പള്ളിയിലേക്ക് ഓടിച്ചെല്ലണേ. നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ നമുക്ക് പോകാനായിട്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ലിസ്റ്റുകളുണ്ട് പ്രാർത്ഥനയുടെ. ഇന്ന കാര്യങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടി, ഇന്ന കാര്യങ്ങൾക്ക് നമ്മൾക്ക് ബലം കിട്ടാൻ വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ടവരുടെയോ കുഞ്ഞുങ്ങളുടെയോ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടിയൊക്കെ നമ്മൾ പോകുമ്പോൾ അതേ കാര്യം കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തും. നിങ്ങൾ വന്നിരിക്കുന്നത് ഈ കുരിശടയാളം കണ്ടിട്ടല്ല, അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, നേരെ മറിച്ച് അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ട്. അപ്പം എന്തു ആവാം, ജീവിതത്തിൽ കിട്ടിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ എന്തു ആവാം, ഇനിയും അതല്ലെങ്കിൽ അതുപോലുള്ള മറ്റപ്പങ്ങൾ കിട്ടുമെന്നോർത്ത് അവൻ്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലുമ്പോൾ കർത്താവ് പറയും, എൻ്റെ വിശുദ്ധി വെളിപ്പെടുത്തുന്ന വിധത്തിൽ, ഞാൻ ആരാണെന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കുന്ന വിധത്തിലുള്ള വിശ്വാസം നിങ്ങളുടെ വാക്കിലും പ്രവൃത്തിയിലും നിങ്ങൾ കൂടെയുള്ളവർക്ക് കാണിച്ചു കൊടുക്കാതിരുന്നത് കൊണ്ട് നിങ്ങളുടെ മേൽ ഞാൻ ഇങ്ങനെയൊരു വിധി അയക്കുന്നു എന്ന് പറയണേ. നമ്മൾ ശരിക്കും ആലോചിച്ച് നോക്കിയേ, ക്രൂശിതനായ ക്രിസ്തുവിനെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടോ, പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? എന്നോട് സംസാരിക്കുന്ന ഒരാളോട് ഇങ്ങനെ കുരിശിൽ കിടന്ന് പിടഞ്ഞു മരിച്ച നിസ്സഹായനായ ഒരു മനുഷ്യനാണ് എൻ്റെ ദൈവമെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? കസന്റ് സാക്കീസിൻ്റെ ബാല്യകാലത്ത് അപ്പനെ കൂട്ടിയിട്ട്, ഈ കുഞ്ഞിനെയും കൂട്ടിയിട്ട് കുരിശിൽ തൂക്കപ്പെട്ട പോരാളികളെ കാണാൻ പോകുന്നുണ്ട്. ഇങ്ങനെ അഴുകി ദ്രവിച്ച് കിടക്കുന്ന കുരിശിൽ കിടക്കുന്ന മൃതദേഹങ്ങൾ കണ്ട് പിന്നോട്ട് മാറുന്ന കുഞ്ഞു സാക്കീസിൻ്റെ കരമിങ്ങനെ കുരിശിൽ കിടക്കുന്ന ഒരു പോരാളിയുടെ പാദത്തിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇവർ വഴിയാണ് നമ്മളെപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, സ്വാതന്ത്ര്യത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കുരിശിലിങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ കരം പിടിപ്പിച്ചിട്ട് പറയണം, എൻ്റെ കർത്താവാണിത്, ഈ ഒരു ബലി വഴിയാണ് ഞാനിപ്പോൾ ജീവിക്കണേ, ഈ ഒരു ബലി വഴിയാണ്, ഈ ഒരു മരണം വഴിയാണ് നമ്മൾ ഓരോരുത്തരും ജീവനുള്ളവരായിരിക്കുന്നത്. അതൊന്ന് വിളിച്ചു പറയാൻ നമുക്ക് എന്താ മടിയെന്നേ. ഈ ലോകത്ത് മുഴുവൻ വലിയ പ്രശ്നം ഉണ്ടാക്കിയ ഒരു സ്റ്റേറ്റ്മെൻ്റ് അത് പ്രോസ്പെരിറ്റി ഗോസ്പൽ എന്ന് പറയണത്.
ജീവിതത്തിലെല്ലാം നന്മകൾ മാത്രം, കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവർക്കൊക്കെ നന്മകൾ മാത്രമെന്ന് പറഞ്ഞ് പഠിപ്പിച്ച് നമ്മളെ തിന്മകൾ, സഹനങ്ങളിൽ നിന്ന് മാറി നടക്കാനായി ഒരു തലമുറയെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. കുരിശിൽ കിടക്കുന്ന കർത്താവിൽ എൻ്റെ ദൈവത്തെ തിരിച്ചറിയാനായിട്ട് മറന്നുപോയ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ബലം കിട്ടാതെ വരങ്ങൾക്ക് വേണ്ടി മാത്രം ഇങ്ങനെ ദൈവത്തെ അന്വേഷിച്ച് നടക്കുന്നുണ്ടല്ലോ. ആ കുരിശ് രൂപത്തെ കാണിച്ച് വളർത്തിയ മക്കള് എന്തൊരു കരുത്തോടു കൂടിയാണ് വളർന്നു വരുന്നതെന്ന് കണ്ടിട്ടുണ്ട്. ഒരു മരണം ഓർക്കുന്നുണ്ട്. ആശുപത്രി കിടക്കയിൽ ആ കുഞ്ഞ് ഇങ്ങനെ മരിച്ചു കിടക്കുന്നത് ഒരു കുരിശ് രൂപം ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടാണ്. പ്രയാസപ്പെടുത്തിയ കാര്യം, രണ്ടാമത്തെയോ മൂന്നാമത്തെയോ തവണ അവളെ കാണാൻ പോയപ്പോൾ നമ്മൾ കൊടുത്തൊരു കുരിശ് രൂപമാണ് അത്. ഒരു സന്തോഷമുള്ളൊരു കാര്യം, മരണത്തിൻ്റെ ഇരുൾ വീണ താഴ്വരകളിലൂടെ അവൾ നടന്നു പോകുമ്പോൾ അവളെ ബലപ്പെടുത്താൻ പോകുന്നത് ഈ കുരിശാണല്ലോ എന്നുള്ളതാണ്. പുത്തനച്ചന്മാർക്കൊക്കെ കുരിശ് കൊടുക്കുന്നൊരു സന്തോഷമുണ്ട് എല്ലാ വർഷങ്ങളിലും. മിക്കവാറും അതിലെല്ലാവരും പറയാറുള്ളൊരു കമൻ്റാണ് വെച്ചാൽ ആ കുരിശ് വലിയ ശക്തിയായിട്ടുണ്ട് കേട്ടോ, കാണിച്ചു കൊടുക്കണമെന്നേ എൻ്റെ കർത്താവ് ശരിക്കും ആരാണെന്ന്. ആ കുരിശിൽ കിടക്കുന്ന ആ തമ്പുരാൻ്റെ ബലിവഴിയായിട്ടാണ് എനിക്ക് ജീവൻ കിട്ടിയതെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ ഈ യഥാർത്ഥ ദൈവത്തിലേക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ വിരൽ ചൂണ്ടുന്നുണ്ട്, കൊണ്ടുപോകുന്നുണ്ട്. കർത്താവെ, ആരുടെ മുൻപിലും മടിക്കാതെ ഇങ്ങനെ ക്രൂശിതനായ ക്രിസ്തുവിനെ പ്രഘോഷിക്കാനുള്ള അനുഗ്രഹം തരണമേ എന്ന് പ്രാർത്ഥിക്കുക. ആ കുരിശിൽ കിടക്കുന്ന ദൈവത്തെ ഇങ്ങനെ എൻ്റെ ദൈവമായിട്ട് ഏറ്റുപറയാനും കൂടെയുള്ളവരെ പരിചയപ്പെടുത്തി കൊടുക്കാനും വേണ്ട കൃപ തരണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ക്രൂശിതനായവൻ്റെ തിരുമുറിവുകളിലേക്ക് എൻ്റെ ജീവിതത്തെ ചേർത്ത് വെച്ച് കർത്താവെ അങ്ങയെ വിളിച്ചു പറയാനുള്ള ആ ഒരു വലിയ സ്നേഹം തരണമേ എന്ന്, തെളിച്ചം തരണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കിടക്കുന്നതിന് മുൻപ് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നൊരു പ്രാർത്ഥനയുണ്ടല്ലോ, യൂതന്മാരുടെ രാജാവായ നസ്രേത്തുകാരനായ ഈശോയെ ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്നുള്ള രീതിയിലുള്ള പ്രാർത്ഥന. അത് കുരിശിൽ നിസ്സഹായനായി പിടഞ്ഞു മരിച്ചൊരുവൻ്റെ മുകളിൽ പരിഹാസരൂപേണ എഴുതി വെച്ച ശീർഷകമാണെന്ന്, എന്നിട്ട് അവനത് അന്വർത്ഥമാക്കിയെന്ന് മക്കളോട് പറഞ്ഞു കൊടുക്കുക. ബലം കിട്ടട്ടെ, ഈ കുരിശിലേക്ക് നോക്കി ബലം പ്രാപിക്കുന്നവരായി, നമ്മുടെ വിശ്വാസം ആഴപ്പെടുന്നവരായി നമ്മൾ മാറട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഉറങ്ങാനായി പോകാം. ഈശോ അനുഗ്രഹിക്കും. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.